മോഹൻലാലിന്റെ വരാൻ പോകുന്ന സിനിമകളെ കുറിച്ചൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. ചില ക്യാമിയോ വേഷങ്ങളും അതുകൂടാതെ ചില അനൗൺസ്മെന്റുകൾ നടത്താൻ പോകുന്ന ചിത്രങ്ങളും ഒക്കെ. എന്നാൽ പല പ്രേക്ഷകരും ഇതൊന്നും അറിയാതെ ഇരിക്കുന്നുണ്ട്. എന്തായിരിക്കും മോഹൻലാലിന്റെ അടുത്ത് വരാൻ പോകുന്ന മേജർ പ്രോജക്റ്റ് എന്നത്, ഷൂട്ടിംഗിലേക്ക് കടക്കാൻ പോകുന്ന പ്രോജക്റ്റ് എന്നത് നമുക്ക് പോലും അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഏതാണ് മോഹൻലാൽ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന്. പലതൊക്കെ അനൗൺസ് ചെയ്തതും പലതൊക്കെ അനൗൺസ് ചെയ്യാൻ പോകുന്നതും നമ്മുടെ വിഷ് ലിസ്റ്റിലുള്ളതുമായ ചില സിനിമകളൊക്കെ ഉണ്ട്. എന്നാൽ ഇപ്പോൾ അടുത്തിടെ അനൂപ് മേനോന്റെ ചിത്രം പോലും സമയമെടുത്ത് ചെയ്യാനാണ് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും അടുത്ത മോഹൻലാൽ പ്രോജക്റ്റ് എന്താകും, ഇതറിയാനുള്ള വലിയ ആകാംക്ഷ പ്രേക്ഷകർ തന്നെ ഇപ്പോൾ പറയുകയാണ്. നിലവിൽ തുടരും കഴിഞ്ഞ കരിയറിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളാണ് മോഹൻലാൽ. ഇങ്ങനെയൊരു അവസ്ഥയിൽ സാധാരണ നടക്കാറുള്ള കാര്യമുണ്ട്. മേജർ രവി, ഉണ്ണികൃഷ്ണൻ പോലുള്ള പുള്ളിയുടെ ഫ്രണ്ട്സ് സർക്കിളിലെ ആരെങ്കിലും ഒരു തട്ടിക്കൂട്ട് കഥയും കൊണ്ട് ഏതെങ്കിലും പ്രൊഡ്യൂസർമാരെ ചാക്കിലാക്കി കൊണ്ടുവരും. മോഹൻലാൽ ബന്ധത്തിന്റെ പേരിൽ അതിന് തലവെക്കും. ഇപ്പോഴത്തെ മാർക്കറ്റ് വെച്ച് ഒരു മോഹൻലാൽ പടം ബിസിനസ് വൈസ് കിട്ടുന്ന പ്രോഫിറ്റ് മാത്രം കണ്ടുള്ള പ്രൊഡ്യൂസർമാർ മിക്കവാറും പടത്തിന്റെ ക്വാളിറ്റി ശ്രദ്ധിക്കില്ല. മോഹൻലാൽ ആസ് യൂഷ്വൽ തലവെച്ച സ്ഥിതിക്ക് പടം കംപ്ലീറ്റ് ചെയ്യും. ലാസ്റ്റ് പടം ഇറങ്ങും. ഇരട്ടി സ്പീഡിൽ മോഹൻലാൽ എയറിൽ കയറും. ഇത് കുറച്ചുനാളായുള്ള പറഞ്ഞു വന്നാൽ പുള്ളി പടങ്ങൾ വിജയിച്ച് ടോപ്പിൽ നിൽക്കുമ്പോഴുള്ള കാര്യം ആണ്. ദൃശ്യം, പുലിമുരുകൻ പോലുള്ള പടങ്ങൾ കഴിഞ്ഞുള്ള പുള്ളിയുടെ പടം നോക്കിയാൽ ഈ കാര്യം മനസ്സിലാകും. ഇപ്പോൾ ഇതിന് സമാനമായ ഏറ്റവും ടോപ്പിലാണ് പുള്ളി നിൽക്കുന്നത്. പക്ഷെ പുള്ളിയുടേതായി ഒരു പടം മാത്രമാണ് കഴിഞ്ഞ 2 മാസമായി അനൗൺസ് ചെയ്തിട്ട് ഉള്ളത്. അതിനർത്ഥം പുള്ളി ഇപ്പോൾ നല്ല സെലക്റ്റീവ് ആണെന്നാണ് തോന്നുന്നത്. വിപിൻ ദാസ് പടം റൂമർ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഡ്രോപ്പായി. വിപിൻ തന്നെ ഇന്റർവ്യൂവിൽ ഇക്കാര്യം പറയുകയും ചെയ്തു. റൂമർ അനുസരിച്ച് ജിത്തു മാധവൻ പടത്തിനും സമാന അവസ്ഥയാണ് ഉണ്ടാകുന്നതെന്ന് തോന്നുന്നു. കാരണം ആ ചിത്രത്തെക്കുറിച്ച് കൂടുതലൊന്നും പിന്നീട് പറയുന്നില്ല. മോഹൻലാൽ തന്നെയാണ് ജിത്തു മാധവൻ സിനിമ ഉണ്ടാകുമെന്ന് പറഞ്ഞതും. ജൂഡ് ആന്റണി ഇടയ്ക്ക് ഇന്റർവ്യൂവിൽ മോഹൻലാലിനോട് കഥ പറയാൻ പോയതും പുള്ളി പടം റിജക്ട് ചെയ്തു എന്നും പറയുന്നുണ്ട്. കൂടാതെ ഈ അടുത്തിടയ്ക്ക് ജൂഡ് ഒരു കഥ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു. പിന്നീടാണ് വിസ്മയ മോഹൻലാലിന്റെ പടം അനൗൺസ് ചെയ്യുന്നതും. നിലവിൽ ഇവർ ഇൻഡസ്ട്രിയിൽ സമീപകാലങ്ങളിൽ മികച്ച കൊമേഴ്ഷ്യൽ വിജയങ്ങൾ സൃഷ്ടിച്ച സംവിധായകർ ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ പടം നിലവിൽ ഡ്രോപ്പ് ആകുക എന്ന് പറഞ്ഞാൽ മോഹൻലാൽ മുൻപില്ലാത്ത വിധം സെലക്റ്റീവായി എന്ന് വേണം കരുതാൻ. ഇനി വരാൻ പോകുന്ന റിലീസുകൾ നോക്കിയാൽ ഹൃദയപൂർവ്വം ഓണം റിലീസായി എത്തും. ഋഷഭ ഒക്ടോബർ റിലീസായി എത്തും. നിലവിൽ കൺഫേം ആയ പ്രോജക്റ്റ് ദൃശ്യം 3യും L365 മാത്രമാണ്. ജയിലർ ക്യാമിയോ റോൾ ചെയ്യുന്നുണ്ട്. പിന്നെ റൂമറുള്ള പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അമൽ നീരത് പടമാണ്, കൃഷാന്ത് പടമുണ്ട്, വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സിന്റെ പടമുണ്ട്, അനൂപ് മേനൻ പടം എന്നിവയാണ്. എന്തായാലും മോഹൻലാൽ ഇതുപോലെ സെലക്റ്റീവായി അടുത്തെങ്ങും കണ്ടിട്ടില്ല എന്നതാണ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആകാംക്ഷ. എന്നിരുന്നാലും മോഹൻലാൽ അടുത്തതായി ചെയ്യാൻ പോകുന്ന ഹീറോ പടം ഏതായിരിക്കും എന്നതാണ് എല്ലാവരും ചോദിക്കുന്നത്. എന്തായിരുന്നാലും ദൃശ്യം 3 തന്നെയായിരിക്കും മോഹൻലാൽ അടുത്തതായി ചെയ്യാൻ പോകുന്ന ചിത്രം. അതിനുശേഷം L365 എന്ന ചിത്രം തന്നെയായിരിക്കും മോഹൻലാൽ ചെയ്യുക. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഒക്കെ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങിക്കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ ഇന്നേ ദിവസം തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. മോഹൻലാൽ ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വർഷം തന്നെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങും. അടുത്ത വർഷം വിഷുവിനായിരിക്കും സിനിമ തിയേറ്ററിൽ എത്താൻ പോകുന്നത്. അതൊരു വെക്കേഷൻ സമയത്ത് ഫാമിലിയൊക്കെയായി ആളുകൾ തിയേറ്ററിലേക്ക് ഇറങ്ങുമ്പോൾ റിലീസ് ചെയ്യേണ്ട സിനിമയാണ്. ഒരു വലിയ സിനിമ തന്നെയാണ് L365. ലാലേട്ടൻ കുറച്ചു നാളുകൾക്ക് ശേഷം ഒരു പോലീസ് ഓഫീസറായി അഭിനയിക്കുന്ന സിനിമയാണിത്. ഒരു പ്രോപ്പർ കൊമേഴ്ഷ്യൽ ഫോർമാറ്റിലുള്ള ഒരു കംപ്ലീറ്റ് ലാലേട്ടൻ പടമായിരിക്കും L365 എന്ന കാര്യം സിനിമയുടെ പ്രൊഡ്യൂസർ ആഷിഖ് ഉസ്മാൻ തന്നെ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തി കഴിഞ്ഞു. 2026 വിഷു റിലീസായി എത്തുന്ന L365 എന്ന ചിത്രം വരുമ്പോൾ അതിനു മുമ്പേ തന്നെ ദൃശ്യം 3യും ഇറങ്ങാനുള്ള സാധ്യതയുണ്ടല്ലോ. ദൃശ്യം 3 എന്ന സിനിമ ഒക്ടോബറിൽ ഷൂട്ടിംഗ് തുടങ്ങിയാണ്. അപ്പോൾ ദൃശ്യം 3 കഴിഞ്ഞാൽ ഉടനെ തന്നെ L365 മോഹൻലാൽ അഭിനയിക്കാൻ പോവുകയാണ്. അങ്ങനെ 2 ഹീറോ ചിത്രങ്ങൾ മോഹൻലാലിന്റേതായി ഉടനടി സംഭവിക്കാൻ പോകുന്നു. ബാക്കിയുള്ളതെല്ലാം ക്യാമിയോ തന്നെയാണ്. എന്നാൽ ദൃശ്യം 3യിലേക്ക് എത്തുമ്പോൾ അതിനു മുമ്പ് ഒരു പ്രിപ്പറേഷൻ കാണും. ദൃശ്യം 2ലെ ഒരു ലുക്കിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, അതുപോലെ ദൃശ്യം 3ക്കും വേണ്ടിയും മോഹൻലാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനുള്ള ഒരു ടൈമിംഗ് ആയിരിക്കും അതെന്ന് തോന്നുന്നു. കോവിഡ് ടൈമിൽ പോലും തുടർച്ചയായി പടം ചെയ്ത ആളാണ് മോഹൻലാൽ എന്നതുകൂടി ഓർക്കണമെന്നും പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട്. എന്തായാലും മോഹൻലാലിന്റെ സെലക്റ്റീവ് കണ്ട് പ്രേക്ഷകരും അതിശയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും വെയിറ്റ് ചെയ്യുകയാണ് അപ്കമിംഗ് മോഹൻലാലിന്റെ കമ്മിറ്റ്മെന്റുകൾ എങ്ങനെയായിരിക്കും എന്നറിയാനുള്ളത്. ഇത് തന്നെയാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ട് ഈ അവസരത്തിൽ എത്തുന്നതും. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് മോഹൻലാലിന്റെ ഈ സെലക്ഷനെ കുറിച്ച്?